ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മ നിറവുള്ള, ആത്മശക്തിയുള്ള, ദൈവകൃപയുള്ള, ദൈവാത്മ സാന്നിധ്യമുള്ള ഈ നല്ല ദിവസം, ഈ നല്ല സമയം കർത്താവ് നമുക്കായി വേർതിരിച്ച് തന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം തന്നു. അവിടുത്തെ വലിയ പദ്ധതികൾ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ തിരുവുള്ളമലിഞ്ഞ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ കൂട്ടായ്മയിൽ വളരെ താല്പര്യത്തോടെ കടന്നു വന്ന ദൈവം അയച്ച നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യേശു കർത്താവിൻ്റെ കരസ്പർശനം അനുഭവിക്കുക എന്ന ആഗ്രഹത്തോടെ ആകുന്നുവല്ലോ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തേ. നിരാശരാക്കാതെ, വ്യസനിക്കാതെ, ദുഃഖിക്കാതെ മടങ്ങിപ്പോകത്തക്ക നിലയിൽ എൻ്റെ ദൈവം നിങ്ങളെ തൊടും. നിങ്ങൾക്കും എന്നാൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ലാത്ത ചിലർക്കും വേണ്ടി ഒരു സ്പർശനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് അതും ചെയ്യും. എൻ്റെ കൂടെ വിശ്വസിക്കാൻ ആത്മാവ് ലഭിച്ച ദൈവമക്കൾ ഒന്ന് പ്രതികരിക്കാമോ എൻ്റെ ഈ വാക്കിനോട്? ഇന്ന് നിങ്ങൾക്കൊരു സ്പർശനം ആവശ്യമുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അരികിലില്ലാത്ത, നിങ്ങളുടെ കൂടെ ഇരിക്കാത്ത മറ്റാർക്കെങ്കിലും ഒരു സ്പർശനം ആവശ്യമുണ്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിനു മുൻപേ എൻ്റെ കർത്താവിൻ്റെ കൈ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെ ശിരസിന്മേൽ ദൈവത്തിൻ്റെ കരം വരുമെന്ന് ഞാൻ ആത്മനിയോഗത്തോടെ പ്രവചിക്കുന്നു. അവൻ എത്ര ദൂരങ്ങളിൽ, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന വ്യക്തിയെയും നിങ്ങൾ ഈ സമയം പ്രാർത്ഥനയിൽ തൊടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിരിക്കുന്ന വ്യക്തിയുടെ മേൽ എൻ്റെ കർത്താവിൻ്റെ കരം തൊടും, എൻ്റെ ദൈവത്തിൻ്റെ കരം തൊടും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, അപ്പോൾ തന്നെ നിങ്ങൾ വീട്ടിലിരിക്കുന്നു, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, ഞാൻ പറയുന്നു, എൻ്റെ യേശുവിൻ്റെ കരം അവിടെ തൊടും. ഹല്ലേലൂയ. ആ സ്പർശനത്തിനായി ഞാനും വളരെ കൊതിക്കുന്നു, ഞാനും വളരെ പ്രാർത്ഥിക്കുന്നു, ഞാനും വളരെ ദാഹിക്കുന്നു, ഞാനും വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സ്പർശനത്തിലേക്ക് ഇന്ന് വളരെ സസന്തോഷം നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കാൻ പോവുകയാണല്ലോ. ഞാനത് വ്യക്തമായി തിരിച്ചറിയുന്നു. ഓരോ ജനത്തെയും സ്പർശിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കർത്താവിൻ്റെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ഒത്തിരി പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ദൈവത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ദൈവത്തെക്കുറിച്ച് ഈ നിലകളിലൊക്കെ മനസ്സിലാക്കിയിരിക്കണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്ന ആ കാര്യം നമ്മളെ ചെയ്യാൻ പ്രാപ്തനാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സുവിശേഷങ്ങൾക്കകത്താണ് കർത്താവിൻ്റെ കൈ പ്രവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. സുവിശേഷങ്ങൾക്കകത്താണ്. സുവിശേഷങ്ങളിൽ നീട്ടിയ കൈ ഇന്ന് ഈ പുതുനിയമ കാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിൽ എൻ്റെ ഭവനത്തിലേക്ക് നീട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതേ വിശ്വാസത്തിൻ്റെ ആത്മനിറവുണ്ടെങ്കിൽ ഞാൻ താങ്കളോട് പറയുന്നു, സുവിശേഷങ്ങളിൽ മനസ്സലിഞ്ഞ് ചിലർക്ക് നേരെ നീണ്ട കരം നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തേക്കും പരിശുദ്ധ ദൈവം നീട്ടും. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 41-ാമത്തെ തിരുവചനം
ഇങ്ങനെയാണ് വായിക്കുന്നത്. 40 മുതലുള്ള വാക്യങ്ങൾ, 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒരു കുഷ്ഠരോഗി, ഒന്നുകൂടെ ഞാൻ പറയാം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി, അവന് ശുദ്ധി വന്നു. ഈ വാക്യം വളരെ 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 പരിചയമുള്ളവരാണ് നമ്മളെല്ലാവരും. ഈ വാക്യം പരിചയമുണ്ടാകാം, എന്നാൽ ഈ വാക്യത്തിനകത്ത് കിടക്കുന്ന കോടാനു 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 കോടി വെളിപ്പാടുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയില്ല. ഞാൻ ഇന്ന് ഇതിനകത്തുനിന്ന് പറയുന്ന വെളിപ്പാടുകൾ കൊണ്ട് ഈ വചനത്തിനകത്തുള്ള അർത്ഥം പൂർണ്ണമാകുന്നില്ല. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. സുഹൃത്തെ, ദൈവപൈതലേ, ഞാനതിന് ഇംഗ്ലീഷും കൂടെ വായിക്കാം. And a leper came to him, imploring him, and kneeling, said to him, "If you will, you can make me clean." ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്നു. നമ്മൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, സഭയുമായി വളരെ ബന്ധം പുലർത്തുന്നവരാണ്, ദൈവദാസന്മാരുമായി വളരെ പരിചയമുള്ളവരും ബന്ധം പുലർത്തുന്നവരുമാണ്. എന്നാൽ യേശുക്രിസ്തുവുമായിട്ടുള്ള അടുപ്പത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം. കുഷ്ഠരോഗിയെ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് പോയിട്ട് യേശു നിൽക്കുന്ന പഞ്ചായത്തിൽ പോലും കയറ്റാൻ പാടില്ലെന്നുള്ളതാണ് നിയമം അന്നത്തെ കാലഘട്ടത്തിൽ. കുഷ്ഠരോഗി പാളയത്തിനു പുറത്താണ്. കുഷ്ഠരോഗികൾ പാർക്കുന്ന, അല്ലെങ്കിൽ കുഷ്ഠരോഗികൾ 2, 3, 10 പേർ ഒരുമിച്ച് മറ്റെവിടെയെങ്കിലും മരച്ചുവട്ടിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ കിടന്ന് കാലം പോക്കുകയാണ് പതിവ്. മരണം കൊണ്ടുപോയെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ജീവിതം അടുത്ത് ജീവിക്കുന്നൊരവസ്ഥയാണ്. ഇന്നത്തെ പോലെ കുഷ്ഠരോഗിയെ കെയർ ചെയ്യുകയും ശുശ്രൂഷിക്കുകയും അവർക്ക് അലോപ്പതി മരുന്ന് കൊടുക്കുകയും അങ്ങനെയൊന്നും ചെയ്യുന്നൊരു കാലഘട്ടമല്ല. എന്നാൽ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ ഈ മനുഷ്യനൊരു അവസരം ലഭിച്ചു. ഞാൻ എൻ്റെ ദൈവം ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സഹോദര, സാഹചര്യം നോക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് വരാൻ ഒക്കത്തില്ല. കർത്താവിൻ്റെ അടുത്ത് വരാൻ ഒക്കത്തില്ല. ഇദ്ദേഹം ശ്രമിച്ചാലും തടയാൻ ആൾക്കാർ കാണും. കാരണം താനിത് എവിടാടോ കയറിപ്പോകുന്നത്, ഈ ആൾക്കൂട്ടം പാർക്കുന്നിടത്ത് താനിത് എവിടെ കയറിപ്പോകുന്നതെന്ന് പറഞ്ഞ് തടയാൻ ആൾക്കാർ കാണും. അപ്പൊ തടസ്സമില്ലാഞ്ഞിട്ടല്ല, സാഹചര്യം ഒരുങ്ങി വന്നിട്ടല്ല, പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല, നിയമം നിലനിൽക്കാഞ്ഞിട്ടല്ല, ഇതിനെ എല്ലാം മറികടക്കാനുള്ള ഈ മനുഷ്യന്റെ ഒരു നിശ്ചയദാർഢ്യവും ഈ മനുഷ്യന്റെ പുറപ്പാടും. സുഹൃത്തെ, നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പുറപ്പാടുകൾക്ക് തടസ്സമായിട്ടും കെട്ടുവീണും ബന്ധനം വീണും പോരാട്ടങ്ങളായിട്ടും തടസ്സങ്ങളായിട്ടും ഒക്കെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ താങ്കളുടെ മുഖത്തു നോക്കി പറയുകയാണ്, പുറപ്പാട് ആദ്യം പുറപ്പെടേണ്ടത് എൻ്റെ മനസ്സിൽ നിന്ന് തന്നല്ലേ. കാരണം ഈ മനുഷ്യനും മനസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മനുഷ്യനും മീൻസ് ഈ കുഷ്ഠരോഗിയും ഈ കുഷ്ഠരോഗിയുടെ മനസ്സും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. എന്ത് കുഷ്ഠരോഗി എന്ന് ബൈബിൾ പറയുന്ന ഈ വ്യക്തിക്കുണ്ടോ അത് തന്നെയാണ് ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിനെയും തൊട്ടത്. എന്താ അത്? നിനക്കു മനസ്സുണ്ടെങ്കിൽ. കുഷ്ഠരോഗിക്ക് മനസ്സുണ്ട്, നിനക്കു മനസ്സുണ്ടെങ്കിൽ. ലോകം കുഷ്ഠരോഗി എന്ന് വിളിക്കുന്ന എനിക്ക് മനസ്സുണ്ട്, ഇനി അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. ലോകം കുഷ്ഠരോഗി എന്ന് വിളിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ.
ഇവിടെ വരെ ഞാനുമായി കണക്റ്റ് ആയോ? ഇവിടെ വരെ നിങ്ങൾ കണക്റ്റ് ആയോ? കുഷ്ഠരോഗിക്ക് കുഷ്ഠമുണ്ടോ? അതുപോലൊരു മനസ്സുമുണ്ട്. എന്താണെന്നറിയാവോ? സൗഖ്യമാകാൻ. കുഷ്ഠരോഗിക്ക് കുഷ്ഠമുണ്ട്, നിയമം നിലനിൽക്കുന്നു. പാളയത്തിന് പുറത്ത് അകത്ത് വരരുത്, പട്ടണത്തിൽ കടക്കരുത്, കാര്യങ്ങളിൽ പങ്കെടുക്കരുത്, കൂട്ടായ്മകളിൽ ഉണ്ടാകരുത്, ശുദ്ധമായ വ്യക്തികളുടെ കൂടെ ബന്ധം പാടില്ല, മാറി നിന്നുകൊള്ളണം, മാറി നിന്നുകൊള്ളണം. ഒരുപാട് വിലക്കുകൾ, ഒരുപാട് അവഗണനകൾ, ഒരുപാട് തിരസ്കരണങ്ങൾ, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഇതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് താങ്കൾ എന്നെ കേൾക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല പാസ്റ്റർ, പ്രാർത്ഥനയ്ക്കും കുറവില്ല, ഉപവാസത്തിനും കുറവില്ല, പക്ഷെ ഒരു കാര്യങ്ങൾക്കും എനിക്കൊരു പൂർണ്ണത കാണാൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങൾക്കകത്തും എനിക്കൊരു വെളിച്ചം കാണാൻ പറ്റുന്നില്ല, ഞാൻ ഇരുട്ടിൽ തപ്പിത്തടയുന്നത് പോലെ ഞാൻ ആയിരിക്കുന്നു എന്ന് പറയുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, മോനെ മോളെ, പുറപ്പാട് വരേണ്ടത് നിന്റെ മനസ്സിനകത്തെന്നാണ്. നിയമവും മനുഷ്യനും പുരോഹിതരും എല്ലാം മോശയുടെ ന്യായപ്രമാണ പ്രകാരം, പഴയ നിയമപ്രകാരം അവർ ഈ മനുഷ്യന് വിലക്ക് കൽപ്പിച്ച് പാളയത്തിന് പുറത്താക്കിയ വ്യക്തികളായിരിക്കാം. പക്ഷേ ഈ മനുഷ്യൻ ആ വിലങ്ങുകളെ പൊട്ടിക്കാൻ, യേശുവിന്റെ അരികിലേക്ക് വരാനുള്ള തടസ്സങ്ങളെ പൊട്ടിക്കാൻ ഈ മനുഷ്യന്റെ മനസ്സ് പുറപ്പെട്ടു. മനസ്സാണ് ആദ്യം പുറപ്പെട്ടത്. മനസ്സാണ് ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമായത്. മനസ്സാണ് തകർച്ചകളെ തകർക്കാൻ തയ്യാറായത്. മനസ്സാണ് തടസ്സങ്ങളെ തകർക്കാൻ തയ്യാറായത്. ഈ മനുഷ്യനെ മാറി നിൽക്ക എന്ന് കൽപ്പിച്ച അതിർത്തികളെ പൊട്ടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നൽകുന്ന ആത്മാവിന്റെ അടുത്തേക്ക് പുറപ്പെടാൻ തയ്യാറായതാണ് കുഷ്ഠരോഗിയായ ഈ മനുഷ്യന്റെ പുറപ്പാട്. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ബന്ധനങ്ങൾക്കകത്ത്, ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, എന്നോട് നിങ്ങൾക്ക് നീരസം തോന്നരുത്, എന്നോട് വെറുപ്പ് തോന്നരുത്, പിണക്കം തോന്നരുത്. നിങ്ങളിത് ശരിയായ നിലകളിൽ ഒന്ന് ഗ്രഹിക്കട്ടെ എന്ന ആഗ്രഹത്തോടുകൂടെ ദൈവത്തിൽ ശരണപ്പെട്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ കുഷ്ഠരോഗം ബാധിച്ച് ഇന്ന് യേശുവിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥകളിലുണ്ടെങ്കിൽ, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കൊണ്ടുള്ള കുഷ്ഠങ്ങൾ, ഒരുപാട് വേദനിപ്പിക്കുന്ന കുഷ്ഠങ്ങൾ, കുഷ്ഠരോഗിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാവോ? വല്ലാത്ത അവസ്ഥയാണ്. ആ മനുഷ്യന് സ്വസ്ഥതയുണ്ടായിട്ട് നേരം ഉണ്ടാകത്തില്ല, നീറ്റൽ മാറിയിട്ട് നേരം ഉണ്ടാകത്തില്ല, ചൊറിച്ചിൽ മാറിയിട്ട് നേരം ഉണ്ടാകത്തില്ല, മര്യാദയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. ആ മനുഷ്യന് തല ചൊറിയുമ്പോൾ തോന്നും കൈ ചൊറിയുന്നുവെന്ന്, കൈ ചൊറിയുമ്പോൾ തോന്നും വയറ് ചൊറിയുന്നുവെന്ന്, കൈ നീറുമ്പോൾ തോന്നും കാല് നീറുന്നുവെന്ന്, അവിടെ ഒന്ന് ആശ്വാസം കണ്ടെത്തുമ്പോൾ തോന്നും നെഞ്ച് നീറുന്നുവെന്ന്, അത് കഴിയുമ്പോൾ തോന്നും മുഖം നീറുന്നുവെന്ന്, അത് കഴിയുമ്പോൾ ഈ മനുഷ്യന് സ്വസ്ഥതയുണ്ടായിട്ട് നേരമില്ല. ഓൾമൈറ്റി ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, അത് കഴിയുമ്പോൾ പിന്നടുത്ത പ്രശ്നം, അത് പരിഹരിച്ചു എന്ന് തോന്നുമ്പോൾ ദേണ്ടട വീണ്ടും പ്രശ്നം, പിന്നെ തോന്നും വീണ്ടും പ്രശ്നം. സ്വസ്ഥതയുണ്ടായിട്ട് നേരെയില്ല. ഉറങ്ങിയിട്ട് നാളെത്രയായി, സ്വസ്ഥതയോടെ ഉറങ്ങിയിട്ട് നാളെത്രയായി, ദുർസ്വപ്നം കാണാതെ ഉറങ്ങിയിട്ട് നാളെത്രയായി. പക്ഷേ വിലക്കുകളെ പൊട്ടിക്കാൻ ഈ മനുഷ്യന്റെ മനസ്സിറങ്ങി പുറപ്പെട്ടു. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്, മനസ്സ് മടുത്തുപോയവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്തിനാ ഈ സന്ദേശമൊക്കെ ഇങ്ങനെ കൂട്ടുന്നതെന്ന് വരെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ഇതിനപ്പുറം ദൂതുകളും പ്രവചനങ്ങളും കേട്ടതല്ലേ എന്ന് ചിന്തിച്ച വ്യക്തികളുണ്ട്. ദൈവാത്മാവ് താങ്കളെ കേൾപ്പിക്കുന്നതിന്റെ കാരണം മറ്റൊന്നും അല്ല കുഞ്ഞെ, നിനക്കൊന്ന് മുട്ടുമടക്കാൻ സമയമായി. പലരുടെയും മുമ്പിൽ മുട്ടുമടക്കി എന്ന് പറയുന്നിരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന മുട്ടുമടക്കൽ ദൈവത്തിന്റെ മുമ്പിലാണ്. കർത്താവ് വന്നു എന്നറിഞ്ഞപ്പോ ഈ മനുഷ്യൻ പിന്നെ മുട്ടുമടക്കാൻ തയ്യാറായി. ഇവന്റെ പുറപ്പാട്, ഈ കുഷ്ഠരോഗിയുടെ പുറപ്പാട് അകത്തുനിന്നുണ്ടായ പുറപ്പാട്. അകത്തുനിന്ന് മക്കളെ കെട്ടിക്കിടക്കുന്നത് അകമാ. പുറത്തെ ബന്ധനമഴിക്കാനാ നമ്മൾ ഈ കിടന്ന് ഉരുമുന്നേ. പക്ഷേ കെട്ടിക്കിടക്കുന്നത് അകത്ത. നിന്റെ അകത്തെ കെട്ടഴിയട്ടെ. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. എന്നെ ചിന്തിപ്പിച്ചത് എങ്ങനെ വന്നെത്തിയെന്ന. അത്ഭുതമല്ലേ നമ്മളൊക്കെ യേശുവിന്റെ മുമ്പിൽ വന്നെത്തിയത്? മഹാത്ഭുതമല്ലേ യേശുവിന്റെ മുമ്പിൽ വന്നെത്തിയത്? അത്ഭുതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രശ്നങ്ങളും, പോരുകളും, പോരാട്ടങ്ങളും, ബന്ധനങ്ങളും,
പിണക്കങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് വന്നെത്തിയപ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ അടുത്ത് വന്നെത്തിയത്. ശരിയല്ലേ? നേരം പറയുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ചോദിക്കാൻ റൈറ്റ് ഉണ്ട്. മീൻസ് ഈ കുഷ്ഠരോഗിക്ക് ചോദിക്കാൻ വോയിസ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. കാരണം ഈ മനുഷ്യനുള്ളതേ ഈ മനുഷ്യൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുള്ളൂ. പലർക്കും മക്കളെ പ്രാർത്ഥിപ്പിക്കാൻ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ആഴങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ പലർക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞിട്ട് ചോദിക്കും, എന്തിനാ ഞാൻ ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും. നമുക്ക് എങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നോ മുട്ടുമടക്കിയോ നമുക്ക് ചോദിക്കാൻ പറ്റും? അങ്ങേക്ക് മനസ്സുണ്ട്. കർത്താവ് പറയടാ, എൻ്റെ മനസ്സിനെ കുറിച്ച് നീ വിചിന്തനം ചെയ്യുന്നതിന് മുന്നേ ആദ്യം നീ നിന്റെ മനസ്സിനെ ഒന്ന് വിചിന്തനം ചെയ്യുക. നിന്റെ മനസ്സിനെ നീ ഒന്ന് പരിശോധിക്കുക, നിന്റെ മനസ്സിനെ നീ ഒന്ന് ശോധന ചെയ്യുക. എന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്ക്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ എൻ്റെ യേശുവിൻ്റെ മനസ്സലിഞ്ഞ് തൊടാൻ പോവുക. കാരണം പല മനസ്സുകളും നുറുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായത്. ഈ വചനം ആരുടെയൊക്കെയോ ഹൃദയങ്ങളെ നുറുക്കിയെടുത്തോണ്ടിരിക്കുക. കാരണം ദൈവത്തിന് പുതിയൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ പദ്ധതിയുണ്ട്. പുതിയൊരു അനുഭവം. എന്നോടുകൂടെ ചേർന്ന് ആമേൻ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? പുതിയൊരു അനുഭവം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്നെ ശുദ്ധമാക്കുക എന്നല്ല പറയും. സാധാരണ അങ്ങനല്ലേ പറയേണ്ടത്. സാധാരണ അങ്ങനെയല്ലേ പറയുന്നത്. ഇഫ് യു വിൽ യു ക്യാൻ മേക്ക് മീ ക്ലീൻ. ഇഫ് യു വിൽ യു ക്യാൻ മേക്ക് മീ ക്ലീൻ. നിനക്ക് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. ഒരു വിശ്വാസ പ്രഖ്യാപനം തന്നെ ഈ മനുഷ്യൻ പറഞ്ഞവിടെ ഇടുകയാണ്. നമ്മുടെ പ്രാർത്ഥന രീതികൾ വേറെയാണ്, നമ്മുടെ ഫെയ്ത്ത് ഡിക്ലറേഷൻ വേറെയാണ്, നമ്മുടെ ആ ഒരു ശരിക്കും പറഞ്ഞ ആ ഒരു സംസാര രീതി വേറെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഈ മനുഷ്യനെ കണ്ടെങ്കിൽ എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ക്ലിയർ കട്ടായിട്ട് സാത്താന്റെ പദ്ധതികളെ, മാനുഷിക നിയമങ്ങളെ, മാനുഷിക വിലക്കുകളെ, നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥകളെ, സൗഖ്യത്തിലേക്ക് നയിക്കാത്ത തരത്തിൽ നിൽക്കുന്ന സാധനങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് ഈ വാക്കുകൊണ്ട് വെട്ടി മാറ്റി നിർത്താനുള്ള നോളജ് കിട്ടിയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അവിടുന്ന് പിന്നെ വേറൊരു വാക്കില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ശുദ്ധമാക്കാൻ വന്നാലും പിന്നെ അവിടെ അന്ധകാര ശക്തിക്ക് തടയാൻ ഒക്കത്തില്ല. കർത്താവ് സൗഖ്യമാക്കാൻ തുടങ്ങിയാലും പിന്നെ ഒരു ക്ലൈമിന് അവിടെ അവകാശമില്ല. കാരണം അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവിന്റെ മനസ്സിനെ ആർക്കും തടയാൻ ഒക്കത്തില്ലേ? എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഞാൻ ഇത് ആത്മാവിൽ സ്വീകരിക്കുക ഈ വചനം. ആമേൻ. എന്റെ കർത്താവിന് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലെവല് തന്നെ ചേഞ്ച് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി തന്നെ ചേഞ്ച് ചെയ്യുവാൻ കഴിയും. കർത്താവ് എന്റെ പ്രാർത്ഥനയുടെ ശൈലി ചേഞ്ച് ചെയ്യണേ. ആ തലം വേറെ, ആ പ്രാർത്ഥന വേറെ, ആ അപേക്ഷ വേറെ, ഇത് വേറെ, അതുവേ ഇത് റേ. ഈ മനുഷ്യൻ, ഓ മൈറ്റി ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇത് ഈ ആവശ്യപ്പെടൽ വേറെയാ. ഇത് ദൈവത്തിന് ചെയ്യാതെ പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് കർത്താവിനെ പോലും ലോക്ക് ചെയ്തൊരു വാക്കായിപ്പോയി. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ കർത്താവ്? ഇങ്ങനെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഇന്ന് ഏത് മേഖലകൾക്കകത്താണോ നിങ്ങൾക്കൊരു ദൈവിക സ്പർശനം വേണ്ടത്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതേറിയയിലാണോ യേശുവിൻ്റെ സ്പർശനം വേണ്ടത്, യേശുവിൻ്റെ കൈ നീളേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയാണോ നിങ്ങൾക്ക് ക്ലീൻ ആകേണ്ടത്, നിങ്ങൾക്ക് ശുദ്ധമാകേണ്ടത്, ഓ ഹല്ലേലൂയ, ഇന്ന് നിങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയും. എങ്ങനെയാ? ഒന്ന്, മാനസികമായ നിങ്ങളുടെ പുറപ്പാട്. രണ്ട്,
നിങ്ങൾക്ക് അവിടുത്തേക്ക് അടുത്ത് ചെല്ലുവാൻ, അവിടുത്തോട് അടുത്ത് ചെല്ലുവാനുള്ള നിങ്ങളുടെ മനസ്സ്. 3, നിങ്ങൾക്ക് മുഴങ്കാൽ മടക്കാനുള്ള നിങ്ങളുടെ തീരുമാനം. ഈ 3 കാര്യമേ ആ മനുഷ്യൻ ചെയ്തു. 1, ഇദ്ദേഹം കുഷ്ഠരോഗിയാണ്. കർത്താവിൻ്റെ അടുത്തൊക്കെ പോകാൻ ഒരു അവസരം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം സൗഖ്യം പിടിച്ച് ചാടി മേടിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മീയ മടിയന്മാരുടെ ഭാഷയല്ല ഇവിടെ ഈ മനുഷ്യൻ പറയുന്നത്. പോകാൻ അവസരം കിട്ടിയായിരുന്നെങ്കിൽ, ചെയ്യാൻ അവസരം കിട്ടിയായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി ആയിരുന്നെങ്കിൽ, ആത്മീയ അലസന്മാരുടെയോ ആത്മീയ മടിയന്മാരുടെയോ ആത്മീയവാദികളുടെയോ ആത്മീയ ന്യായീകരണത്തിന്റെയോ മറുപടികളൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ആ മനുഷ്യൻ സകലത്തെയും മറികടക്കാൻ ആ മനുഷ്യൻ മാനസികമായി ഒരുക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്പർ 2, യേശുവിന്റെ അടുത്ത് വരാൻ ആ മനുഷ്യൻ തയ്യാറായി. നമ്പർ 3, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറായി. നമ്പർ 4, ആ മനുഷ്യൻ യേശുവിനാകട്ടെ സാത്താനാകട്ടെ മറ്റ് മനുഷ്യർക്കാകട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ലോക്ക് ചെയ്തത് ആരെയൊക്കെയാണെന്നറിയാവോ? സാത്താനെ, മറ്റു മനുഷ്യരെ, മറ്റ് വ്യക്തികളെല്ലാം ലോക്ക് ചെയ്തൊരു വാക്കാണ്. കാരണം അവർക്ക് മനസ്സില്ലെങ്കിലും ഇവിടെ ഒരു വിഷയമല്ല. സാത്താന് മനസ്സില്ലെങ്കിലും തടസ്സങ്ങൾ കൊണ്ടുവന്നാലും ഇവിടെ ഒരു വിഷയമല്ല. എൻ്റെ യേശുവിന് മനസ്സുണ്ടെങ്കിൽ സാത്താൻ തടഞ്ഞാലും മനുഷ്യൻ തടഞ്ഞാലും ന്യായാധിപന്മാര് തടഞ്ഞാലും ഇവിടെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പറയാണ്, ഒരു ഡെലിവറൻസിന് പല തടസ്സങ്ങൾ കാണും, ശരിയല്ലേ? പല തടസ്സങ്ങളില്ലേ? ഒരു ഡെലിവറൻസിന് പല തടസ്സങ്ങൾ കാണും. അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ശരിയാക്കുമ്പോൾ അടുത്തത്, അത് ശരിയാക്കുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്. അത് ഒന്നിനു പുറകെ കൊണ്ടുവരാൻ ആളുള്ളോണ്ടാ, പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ ആളുള്ളോണ്ടാ. പക്ഷെ ഈ മനുഷ്യൻ ലോക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് നിർത്തിയത് എന്താണെന്നറിയാവോ? പിതാവേ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ഇതിനകത്ത് കർത്താവിന് മനസ്സുണ്ട്, പക്ഷെ അപ്പുറേ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സില്ലെങ്കിലും ഇവിടെ ഒരു പ്രശ്നമല്ല. കർത്താവിന് മനസ്സുണ്ട്, പക്ഷെ സാത്താനിയ ഇത്രയും കാലം ഈ മനുഷ്യനെ കുഷ്ഠരോഗത്തിനകത്ത് അടിമപ്പെടുത്തിയിരുന്ന സാത്താനിയ ശക്തികൾക്ക്, അൺക്ലീൻ സ്പിരിറ്റിന് മനസ്സില്ലെങ്കിലും ഇവിടെ ഒരു പ്രശ്നമല്ല. അൺക്ലീൻ സ്പിരിറ്റ് ഈ മനുഷ്യൻ ക്ലീൻ ആകാൻ ആഗ്രഹിച്ചില്ലെങ്കിലും ഇവിടെ ഒരു തടസ്സമില്ല. ഇതേ പോരാട്ടവും ബന്ധനവും രോഗവും അനുഭവിക്കുന്ന മറ്റു കുഷ്ഠരോഗികൾ ഇവൻ സൗഖ്യമാവല്ലേ എന്ന് ആഗ്രഹിച്ചാൽ പോലും ഇവിടെ ഒരു തടസ്സമില്ല. ഹല്ലേലൂയ. കുഷ്ഠരോഗികൾക്കിടയിലും അസൂയ ഉണ്ടെന്നാണ്. കാരണം ഒരുത്തന്റെ കുഷ്ഠം മാറി മറ്റൊരുത്തൻ വീണ്ടും ആ കുഷ്ഠം വെച്ചുകൊണ്ടിരുന്ന പിന്നെ അസൂയയാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തെ പോലെ ചൊറിഞ്ഞും നീറ്റൽ അനുഭവിച്ചും വേദനിച്ചും കരഞ്ഞും ഒക്കെ കിടന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ എങ്ങാനും കുറച്ചൊക്കെ ഒന്ന് സൗഖ്യമായി, ഇപ്പം ഇച്ചിരി ചൊറിച്ചിൽ കുറവുണ്ട്, ഇപ്പം ഇച്ചിരി വേദന കുറവുണ്ടെന്നൊക്കെ കേട്ടാൽ അതിൻ്റെ ഇടയിൽ നിന്ന് അസൂയ വരും. ഹല്ലേലൂയ. പക്ഷേ ആർക്കും തടയാൻ കഴിയാത്ത നിലകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കൈ വെളിപ്പെടാൻ പോവാണ്. ആർക്കും തടയാൻ കഴിയാത്ത നിലകൾ, ഒരു അസൂയാലുവിനും ചെയ്യാൻ കഴിയാത്ത, ഒരു അസൂയാലുവിനും, ഒരു മന്ത്രവാദിക്കും, ഒരാഭിചാരകനും ആർക്കും തടയുവാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ കൈ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. ആ വാക്കിന്റെ മുകളിൽ നീ എവിടുന്ന, എത്ര കാലമായി, ഇതൊന്നും യേശു ചോദിച്ചില്ല. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. ഈ വാക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് ആമേൻ പറഞ്ഞെടുക്കാൻ തോന്നുന്നുണ്ട്? പനി വന്ന കഥയല്ല, മുട്ടുമുറിഞ്ഞ കഥയല്ല, കൈയെടുക്കാൻ മേലാത്ത കഥയല്ല. കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അത് അനുഭവിച്ച വ്യക്തികളോട് നിങ്ങൾ സംസാരിച്ചു നോക്കണം, ചോദിച്ചു നോക്കണം. അവരുടെ അടുത്തുപോലും നമുക്ക് പോകാൻ പറ്റാത്ത നിലകളിൽ അവരുടെ ശരീരം ജീർണിച്ച്, അവരുടെ മുറിവുകൾ ജീർണിച്ച് നാറ്റം വമിക്കുന്ന അവസ്ഥകളാണ്. ആർക്കും പോയി അവരെ ശുശ്രൂഷിക്കാൻ തോന്നത്തില്ല, കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ആർക്കും അവരോടൊരു കരുണ തോന്നാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം അവരുടെ ജീവിതം.
അവരെ കാണാൻ വികൃതമായിരിക്കാം. ഈ കുഷ്ഠം അന്ന് അങ്ങനത്തെ രീതിയിലാണെങ്കിൽ ഇന്നും സാത്താൻ ഇതിൻ്റെ മറ്റൊരു രൂപം, നവീകരിച്ച പുതിയ പതിപ്പ് പലരുടെയും ജീവിതത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട് മക്കളെ. കാരണം ആർക്കും അടുത്തു വന്ന് പരിഹരിക്കാൻ പോലും കഴിയാത്ത നിലകളിൽ, ചില വിഷയങ്ങളൊക്കെ കേട്ടാൽ ജീർണിച്ച് നാറ്റം വമിക്കുന്ന നിലകളിൽ പോലുമായി, ആർക്കും അടുത്തു വന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഐ വിൽ പ്രേ എന്ന് മാത്രം പറഞ്ഞു നിർത്താൻ കഴിയുന്ന നിലകളിൽ നിൽക്കുന്ന ചില വിഷയങ്ങൾക്കടുത്തേക്ക് വരാൻ കഴിയുമെങ്കിൽ അതെന്റെ യേശുവിന് മാത്രമാണ്. ഹല്ലേലൂയ, അതെന്റെ യേശുവിന് മാത്രമാണ്. പലർക്കും വമ്പൻ ന്യായങ്ങളും വലിയ ആശ്വാസവാക്കുകളും ഭയങ്കര മോട്ടിവേഷൻസും ഒക്കെ നൽകി ഒരു പരിധിവരെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ എൻ്റെ കർത്താവ് തുടങ്ങുന്നത് അവിടെ നിന്ന്. എന്താണെന്നറിയാമോ? ആർക്കും അടുത്ത് വന്ന് ചെയ്യാൻ കഴിയാത്ത ഇടത്തേക്ക് എൻ്റെ കർത്താവിൻ്റെ കാലുകൾ നടന്നെടുക്കും. ആർക്കും അടുത്ത് വന്നു കൂടാത്ത ഇടങ്ങളിലേക്ക് എൻ്റെ യേശുവിൻ്റെ കാലുകൾ നടന്നെടുക്കും. ആർക്കും എടുത്തുകൂടാൻ കഴിയാതെ വണ്ണം, ആർക്കും ശുശ്രൂഷ ചെയ്തു തരാൻ കഴിയാതെ വണ്ണം ജീർണിച്ച വിഷയങ്ങളിലേക്കും എൻ്റെ കർത്താവിൻ്റെ കൈ നീട്ടും. ഞാനേ ഒരു വചനം പറഞ്ഞോട്ടെ. തൊട്ടു എന്നാ പറയുന്നത്. യേശുവെ അങ്ങേക്ക് അങ്ങ് കണ്ടില്ല, അങ്ങ് മറന്നുപോയോ? എല്ലാരെയും തൊടുന്നത് പോലെയാണോ അങ്ങ് ഈ കുഷ്ഠരോഗിയെ തൊട്ടത്? കർത്താവ് തെറ്റിത്തൊട്ടതല്ല, കർത്താവ് അറിയാതെ തൊട്ടതല്ല, എല്ലാരെയും തൊടുന്ന പോലെ തൊട്ടതുമല്ല. നീയാണെന്നറിഞ്ഞിട്ട് തന്നെ തൊട്ടെ. നിനക്ക് കുഷ്ഠമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ മോനെ തൊട്ടെ. കാരണം നീ ഒരു വാക്ക് എന്നോട് ചോദിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറയാത്തെ? എന്തുകൊണ്ട് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറയാത്തെ? ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ടായിരുന്നു. വചനം പറയാണ്, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇതറിഞ്ഞ മനുഷ്യൻ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെക്കുറിച്ച് കർത്താവിനെ കണ്ടപ്പോൾ അവന് ഓർമ്മ വന്നു. അവൻ്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ച് അവൻ ഓർമ്മ വന്നു. അവൻ്റെ കഴിഞ്ഞകാല ജീവിത രീതികളെക്കുറിച്ച്, അവൻ്റെ കുറവുകളെക്കുറിച്ച് അവന് പാപബോധം ഉണ്ടായോ? അവൻ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ഞാൻ വിശ്വസിക്കുന്നവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാണും. ഞാനിപ്പോൾ കാണുന്നവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഞാനിപ്പോൾ കാണുന്നവൻ്റെ കരങ്ങൾ വിറയ്ക്കുകയാണ്. ഞാനിപ്പോൾ കാണുന്നവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുകയാണ്. ഞാനിപ്പോൾ കാണുന്നു അവൻ്റെ കണ്ണുകളിൽ മുഴുവനും പ്രതീക്ഷയും പ്രത്യാശയും മാത്രം. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ശരീരത്തിൽ നിന്ന് ആരോഗ്യം വിട്ടുപോയെങ്കിലും, അവൻ്റെ ശരീരത്തിൽ നിന്ന് ത്വക്കുകളെല്ലാം പുഴുകുത്തിപ്പോയെങ്കിലും, അവൻ്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ പുറത്തേക്ക് ഉന്തിക്കാണാമെങ്കിലും, അവൻ്റെ ശരീരം മുഴുവൻ ചുവന്ന് തടിച്ചിരിക്കുന്നുവെങ്കിലും അവൻ്റെ ഉള്ളിൽ നിന്ന് ചിതലെടുത്തു പോകാത്ത വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ്റെ ഉള്ളത്തിൽ ചിതലെടുത്തു പോകാത്ത വിശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞകാല വേദനകൾക്ക് അവൻ്റെ വിശ്വാസത്തെ എടുത്തു കളയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞകാല നൊമ്പരങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കും അവൻ കടക്ക് പുറത്ത് എന്ന വാക്കുകൾക്കൊന്നും അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കാൻ കഴിഞ്ഞില്ല. അവൻ യേശുവിനെ കണ്ടതും അവൻ്റെ ഹൃദയം തുറന്നു. അവൻ്റെ മനസ്സൊരുങ്ങി ഓടി പല നിയമങ്ങളെയും തകർത്തുകൊണ്ട്, അവൻ പല വിലക്കുകളെയും മറികടന്നുകൊണ്ട് അവൻ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പറയുകയാണ്, നാഥ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും, എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. മക്കളെ, ജീവിതത്തിലൊരു ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇനിയും ഞാൻ കഴുകപ്പെടേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു സ്പർശനത്തിന് അശുദ്ധിയാണ് തടസ്സമെങ്കിൽ, ഒരു എൻകൗണ്ടർ അശുദ്ധിയാണ് തടസ്സമെങ്കിൽ, ഇന്ന് നമുക്കത് ഉപേക്ഷിച്ചുകൂടെ? ഇന്ന് നമുക്കത് ഏറ്റുപറഞ്ഞുകൂടെ? ഹല്ലേലൂയ. എല്ലാം എനിക്കറിയാം, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ പോലും ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്നല്ല, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്നെ ശുദ്ധമാക്കുവാൻ, ഇഫ് യു ഹാവ്, അങ്ങനല്ലേ അവിടെ പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഇഫ് യു വിൽ യു ക്യാൻ മേക്ക് മീ ക്ലീൻ, യു ക്യാൻ മേക്ക് മീ കം ഓൺ, യു ക്യാൻ മേക്ക് മീ, ഞാൻ ആകേണ്ട പോലെ എന്നെ ആക്കുവാൻ കഴിയും. മോനെ, നിനക്കാകേണ്ട പോലെ ആകണമെങ്കിൽ, the God can make you
as you decide. നീ ആഗ്രഹിക്കുന്നത് പോലെ, നീ തീരുമാനിച്ചിരിക്കുന്നത് പോലെ, നീ കൊതിക്കുന്നത് പോലെ നിന്നെ ആക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. പല മനസ്സുകളും അതിന് വിഘ്നമായി ചിന്തിക്കുമ്പോൾ, പല വ്യക്തികളും അതിന് വിരോധമായി സംസാരിക്കുമ്പോൾ, ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ നീ സൗഖ്യമാകണമെന്നാണ്, നീ വിടുവിക്കപ്പെടണമെന്നാണ്, നീ ശുദ്ധമാകണമെന്നാണ്, നീ നല്ല പൊസിഷനിൽ ഇരിക്കണമെന്നാണ്, നീ സ്വസ്ഥത അനുഭവിക്കണമെന്നാണ്, നീ അനുഗ്രഹിക്കപ്പെടണമെന്നാണ്, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ് എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ്, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം. ഇന്നത് തിരിച്ചറിഞ്ഞ ആരെങ്കിലും പിതാവേ എന്നെ ആകേണ്ട പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. ഞാൻ വീണ്ടും പ്രവചിച്ച് സംസാരിക്കുന്നു. ആരുടെ കൈ നീട്ടിയിട്ടും കാര്യമില്ലാത്ത കേസിലായിരിക്കാം നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അല്ല, ആർക്കും ദൈവം കൈ നീട്ടിയാലേ പറ്റൂ എന്ന വിഷയത്തിനകത്ത് എത്ര മനസ്സലിവുള്ള മനുഷ്യനും കൈ നീട്ടിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു എന്ന് വരികയില്ല. ഇവിടെ ഒരു ദൈവകരമാണ് നീളേണ്ടതെങ്കിൽ, ഇവിടെ ഒരു ദൈവപ്രവൃത്തിയാണ് വെളിപ്പെടേണ്ടതെങ്കിൽ, ഇവിടെ ഒരു ദൈവിക ഇടപെടലാണ് ഉണ്ടാകേണ്ടതെങ്കിൽ, സഹോദര സഹോദരി, നിന്റെ മുട്ടുകൾ ഇനി നിവർന്നു നിൽക്കണ്ട, മടങ്ങട്ടെ. ഈ വചനത്തിന്റെ മുമ്പിൽ മടങ്ങട്ടെ. ഈ മനുഷ്യൻ യേശുവിന്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി എഴുന്നേറ്റത് വേറെ ലെവലിലാ, വേറൊരു അനുഭവത്തിലാ. ത്വക്കില്ലാതെയാ അവൻ കർത്താവിന്റെ മുമ്പിൽ ഇരുന്നത്, വ്രണത്തോടെ അവൻ കർത്താവിന്റെ മുമ്പിൽ ഇരുന്നത്, വേദനയോടെ അവൻ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്നത്, നിരാശയോടെ അല്ല, ഉള്ളിൽ പ്രതീക്ഷയുണ്ട്, എന്നാൽ നീറുന്ന അനുഭവത്തിൽ അവൻ യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്നത്. പക്ഷെ എഴുന്നേറ്റ ആള് വേറെയാ. ഇരിക്കേണ്ടവന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നീ എഴുന്നേൽക്കുമ്പോൾ ആള് മാറിയവനായി എഴുന്നേൽക്കും. ഞാനിത് ആരോടൊക്കെയോ ഭയങ്കരമായിട്ട് ആത്മാവിന്റെ നിയോഗത്തിലും ശക്തിയിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നീ ഇരിക്കേണ്ടവന്റെ മുമ്പിലാണ് ഇരുന്നതെന്നുണ്ടെങ്കിൽ നീ എഴുന്നേൽക്കുന്നത് ആള് മാറിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടായിരുന്നോ? അവന്റെ തലയിൽ മുടിയില്ല, അവന്റെ തലയിൽ മുടിയില്ല, മുഴുവനും പുഴുക്കൾ കൊണ്ടുപോയി. ആ ചെരങ്ങും ആ ചൊറിയും ആ അനുഭവങ്ങളൊക്കെ അവന്റെ മുടി കൊണ്ടുപോയി. പുഴുക്കുത്തി ഇരിക്കുക. ഇപ്പോ നിങ്ങൾ ആ മനുഷ്യന്റെ കൈ കണ്ടോ? ശരീരം കണ്ടോ? ഇല്ല, ത്വക്കില്ല, മുഴുവൻ മഞ്ഞ് ദേഹത്ത് വീണിരിക്കുന്ന പോലെ ഇരിക്കുക. ആ മനുഷ്യന്റെ പഴയ രൂപമില്ല. ഇന്നവൻ വികൃതമാ, ഇന്നവൻ വികൃതമാ. ഈ മനുഷ്യനാ നടന്ന് യേശുവിന്റെ അടുത്ത് വന്നേ, ഈ മനുഷ്യനെ യേശുവിന്റെ അടുത്ത് വന്നേ, ഈ മനുഷ്യനെ മുട്ടുകുത്തിയെ, ഈ മനുഷ്യനാ പറഞ്ഞ് എനിക്ക് ശുദ്ധീകരണം ആവശ്യം. ഒരു കൈ നീട്ടുന്നതിന് നമ്മുടെ അശുദ്ധിയാണ് തടസ്സമെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുന്നതിന് ചില ബന്ധങ്ങളാണ് കാരണമെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. ദൈവത്തെ കൂടെ നിർത്താൻ കഴിയാത്തത് കൂടെ നിർത്താൻ പാടില്ലാത്തവരെ കൂടെ നിർത്തിയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ച് കളയുന്നതാണ് ഉചിതം. ഹല്ലേലൂയ. God, if you will, you can make me clean. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. യേശു മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ട് മാറി. എന്തോ എഴുതി വെച്ചേക്കുന്നേ? കുഷ്ഠം വിട്ട് മാറി. അർത്ഥം എന്താ? ഇവനെ വിട്ട് മാറാതെ പിടികൂടിയിരുന്ന സാധനായിരുന്നത്. ഈ മനുഷ്യനെ വിട്ടുമാറാതെ പിടികൂടിയിരുന്ന നീറ്റലിന്റെ അനുഭവം, ഈ മനുഷ്യനെ വിട്ടുമാറാതെ പിടികൂടിയിരുന്ന വേദനയുടെ അനുഭവം, ഈ മനുഷ്യനെ വിട്ടുമാറാതെ പിടികൂടിയിരുന്ന വികൃത രൂപത്തിന്റെ അനുഭവം, ഈ മനുഷ്യനെ വിട്ടുമാറാതെ ഒരു മനുഷ്യനെ അടുത്തു വരാൻ അനുവദിക്കാതെ, ഒരു മനുഷ്യന്റെ അടുത്തു പോകാൻ അനുവദിക്കാതെ പിടികൂടിയിരുന്ന ബാധ,
യേശു പറഞ്ഞ ഉടൻ വിട്ടുമാറി. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. നിങ്ങളെ വിട്ടുമാറാതിരിക്കുന്ന ചില ബാധകൾ ഇന്ന് വിട്ടുമാറാൻ പോവുക. നിങ്ങളെ വിട്ടുമാറാതിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് വിട്ടുമാറാൻ പോവുക. നിങ്ങളെ വിട്ടുമാറാതിരിക്കുന്ന ചില നീറ്റലിൻ്റെ അനുഭവങ്ങൾ ഇന്ന് വിട്ടുമാറാൻ പോവുക. നിങ്ങളെ വിട്ടുമാറാതിരിക്കുന്ന കടബാധ്യതകൾ ഇന്ന് വിട്ടുമാറാൻ പോവുക. നിങ്ങളെ വിട്ടുമാറാതിരിക്കുന്ന ചില ബാധകൾ ഇന്ന് വിട്ടുമാറാൻ പോവുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു കൈ നീളാൻ പോകുന്നു. ആർക്കോ വേണ്ടി കൈ നീളാൻ പോകുന്നു. ആർക്കോ വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ആർക്കോ വേണ്ടി അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അതെ, ദൈവസന്നിധിയിൽ മനസ്സോടെ മുട്ടുമടക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവിന്റെ കൈ നീളാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം. ശക്തിയോടെ പ്രാർത്ഥിച്ച് ആർക്കൊക്കെയോ വേണ്ടി എന്റെ യേശുവിന്റെ അത്ഭുതം വെളിപ്പെടട്ടെ, യേശുവിന്റെ അത്ഭുതം വെളിപ്പെടട്ടെ, യേശുവിന്റെ അത്ഭുതം വെളിപ്പെടട്ടെ. ഇപ്പോൾ ഒരു അത്ഭുതമാണ് നടന്നത്. ശുദ്ധമാക എന്ന് പറഞ്ഞതും കുഷ്ഠം വിട്ടുമാറി എന്നാ പറയുന്നത്. ശുദ്ധമാക എന്ന് പറഞ്ഞതും ആമേൻ ബാധ വിട്ടുമാറി എന്നാ പറയുന്നത്. ശുദ്ധമാക എന്ന് പറഞ്ഞതും വേദന വിട്ടുമാറി എന്നാ പറയുന്നത്. ശുദ്ധമാക എന്ന് പറഞ്ഞതും അത്ഭുതം സംഭവിച്ചു എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, ഇന്ന് കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, കർത്താവിന്റെ കൈ നീണ്ടാൽ, ഒരു സ്പർശനം നീ അനുഭവിച്ചാൽ മാറ്റം നീ തിരിച്ചറിയാൻ പോവുക. മാറ്റം തിരിച്ചറിയാൻ പോവുക. മാറ്റം തിരിച്ചറിയാൻ പോവുക. ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെ പോലെ നിന്റെ സ്കിന്നായിത്തീരും. ഇപ്പോൾ ജനിച്ച കുഞ്ഞിനെ പോലെ നിന്റെ ജീവിതമായിത്തീരും. നൊമ്പരങ്ങൾ മാറും, വേദനകൾ മാറും, നിരാശകൾ മാറും, പരാജയങ്ങൾ മാറും. ഖമോൺ റാൽമ പ്രോ ഷെഥേമ ലെമാസ്ബാർഗോ സെലേഖ ലെബ്ദൂബോ സർഗാൽമ റമസിഡ് ബറ ആൽബർഗോസി റഗൽകമ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ഒരു വിടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനകത്തൊരു ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക. വർഷങ്ങൾ കൊണ്ട് നീറുന്ന അനുഭവത്തിൽ, ആമൻ, വർഷങ്ങൾ കൊണ്ട് നീറുന്ന അനുഭവത്തിൽ നീട്ടലിന് വ്യത്യാസമില്ല, വേദനയ്ക്ക് വ്യത്യാസമില്ല. ദിവസം കഴിയും തോറും വിഷയം വഷളാകുകയാ. കുഷ്ഠരോഗം ബാധിച്ച വ്യക്തിയുടെ അവസ്ഥ അതാ. ഓരോ ദിവസം കഴിയുന്നതോറും കുറയുകയല്ല, അടുത്ത മാറ്റം കാണുകയാ. വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം, സാഹചര്യം വളരെ പരിതാപകരമായ അനുഭവത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാ കുഷ്ഠത്തിന്റെ അനുഭവം. ആ നിലവാരങ്ങളിൽ ഇന്ന് മനസ്സ് നീറുന്നുണ്ടോ? ജീവിതം നീറുന്നുണ്ടോ? ഹൃദയം തകരുന്നുണ്ടോ? മടക്കേണ്ടവന്റെ മുമ്പിൽ നിന്റെ മുട്ട് മടങ്ങട്ടെ. മടങ്ങേണ്ടവന്റെ മുമ്പിൽ നിന്റെ കാലുകൾ മടങ്ങട്ടെ. ശബ്ദനബ ആമൻ. വണങ്ങേണ്ടവന്റെ മുമ്പിൽ നിന്റെ കരങ്ങൾ കൂപ്പട്ടെ. ഷാൽബ്രഖൈമ റബൽകമാന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. റഗമമധിക ശബ്ദനബ. ഒരു സ്പർശനം കൊതിക്കുന്നവർക്കായി ഇപ്പോൾ സ്വർഗം അത് നൽകുകയാണ്. ഇപ്പോൾ ക്ഷണത്തിൽ ഒരു സ്പർശനം കൊതിക്കുന്ന വ്യക്തിക്ക് ക്ഷണത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്യുന്നു. ആ ഡെലിവറൻസ് ഞാൻ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ആ സ്പർശനം വിദൂരങ്ങളിലിരിക്കുന്ന നിങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾക്ക് ആ സ്പർശനം ഉണ്ടാകാൻ പോകുന്നു. റഗാൽമാസിയ ലവാർഖമാന അന്തേരിയ ബ്രിഗദഗഡഗബൗഷസ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. സ്പർശനം വെളിപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകും. സ്പർശനം വെളിപ്പെട്ടാൽ ചേഞ്ചസ് നടക്കും. സ്പർശനം വെളിപ്പെട്ടാൽ പുതുമകൾ ഉണ്ടാകും. ആമേൻ. അത് ദൂരത്തിരിക്കുന്ന വ്യക്തിയാകട്ടെ, ചാരത്തിരിക്കുന്ന വ്യക്തിയാകട്ടെ, തൊടുന്നത് യേശുവാണെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കും. In the name of Jesus. ഉറപ്പിക്കുക, എന്നെ യേശു തൊടുന്നു എന്ന്. ലാഥേനിയ റഗാൽഖമാനബ ശബ്ദേരിയാൽബ ലെബ്രോസിക ലിംറൈസസീസ ലെബോഷ്. പിതാവേ, ഞാൻ ഈ ജനത്തിനായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പ, ഈ ജനത്തെ അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിനൊരു വലിയ ആശ്വാസവും വിടുതലുമാക്കി കർത്താവ് മാറ്റിയല്ലോ. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ലാംബ്രാസിയ ലേബ്രാസിയ റഗാഷ്മാനിയ ലേബ്രോസിസ്മാനിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആത്മാവിൽ പറയുന്നു, മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണ്. താങ്കളുടെ ജീവിതത്തിന്റെ പഴയ അവസ്ഥകൾ ഇപ്പോൾ മാറാൻ പോവാണ്.
പഴയ അനുഭവങ്ങൾ, പഴയ ഓർമ്മകൾ, പഴയ സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോൾ രോഗസൗഖ്യം ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. കമാൺ റീകാപാസെറ്റെ. എനിക്ക് അങ്ങനെ ഒരു നിയോഗം കർത്താവ് തരുന്നു. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്റെ മേൽ ദൈവം പകർന്നിട്ടുള്ള ഹീലിംഗ് അനോയിന്റിംഗ് ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ജനത്തിന്മേൽ ഇപ്പോൾ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. നീറുന്ന അനുഭവങ്ങൾ മാറട്ടെ. വേദനയുടെ അനുഭവങ്ങൾ മാറട്ടെ. റൈറ്റ് നൗ വിശ്വസിക്ക്. രോഗസൗഖ്യം ആവശ്യമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവയ്ക്കുക. യേശുവിന്റെ കൈ അവിടെ വരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രഖ്യാപിക്കുന്നു, അങ്ങനെ വിശ്വസിച്ച് കരം വെക്കുന്നവരുടെ മേൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ തൊടുകയാണ്. സൗഖ്യമാക. ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ച നീ സൗഖ്യമാക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക. കർത്താവ് ഈ ജനത്തെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കിയതിനായി സ്തോത്രം. അവിടുത്തെ കരം നീണ്ടതിനായി, തൊട്ടതിനായി നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഈ പ്ലാറ്റ്ഫോമിൽ നടന്നു വരുന്നു. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. പുതിയ വ്യക്തികളെ കൂടെ നിങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിച്ച് നിങ്ങൾ കൊണ്ടുവരിക. കർത്താവ് നിങ്ങളെല്ലാവരെയും നിങ്ങൾ ചെയ്യുന്ന നന്മകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാകുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നമുക്ക് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പിരിയാം. കർത്താവിൻ്റെ പിരിയാത്ത ബന്ധം നമ്മളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പ്രൈസ് ടു ജീസസ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത നാം എല്ലാവരോടുകൂടെയും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടുകൂടെയും ദൈവം നമ്മളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനോടുകൂടെയും ഇപ്പോഴും എപ്പോഴും അരുമനാഥൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കർത്താവായ യേശു മൂലം സകല മേഖലകളിലും വിടുതൽ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.